ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 12 സെപ്റ്റംബർ നൈറ്റാണ്. ഞാനും എൻ്റെ ബ്രദറിലോയും കൂടെ ഊട്ടിക്കൊരു റൈഡ് പോയാലോ വിചാരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ മാനന്തവാടി എത്തി. ബ്രദറിലോനെ വെയിറ്റ് ചെയ്യണം. അവൻ കോഴിക്കോട് നിന്ന് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരത്തിൽ ചെറിയൊരു ബ്ലോക്ക് ആയതുകൊണ്ട് ചെറിയൊരു പോസ്റ്റ്. അപ്പോൾ അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. നാളെ രാവിലെ 13-ാം തീയതി രാവിലെ 5 മണിക്ക് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നീട് കാണാം. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് 13-ാം തീയതി രാവിലെ ഞാനും എൻ്റെ ബ്രദറിൻ്റെയും ഊട്ടിയിലേക്കുള്ള റൈഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾ സെറ്റ്. ഇപ്പം ലഗേജ് എല്ലാം കെട്ടി ഫുൾ സെറ്റാക്കി എത്തിയിട്ടുണ്ട്. കാണുന്നില്ല. ഊട്ടിയിലേക്ക് നമ്മളെ വരവേൽക്കാനായിട്ട് നിൽക്കുന്ന പോലെയാണോ യൂക്കലിപ്റ്റസ് മരങ്ങളുടെ നിൽക്കും. ഇതിൻ്റെ ഗന്ധവും പിന്നെ ഇവിടുത്തെ തണുപ്പും നമുക്ക് വല്ലാത്ത ഫ്രഷ്നെസ് തരും. ഊട്ടിയിലെത്തി ഞങ്ങൾ നേരെ തിരിച്ചത് കോടനാട് വ്യൂ പോയിന്റിലേക്കാണ്. ആ റൂട്ടിലുള്ള കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. ഫോറിൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന പോലത്തെ മൈതാനങ്ങൾ, മൊട്ടക്കുന്നുകൾ, പുൽമേടുകൾ. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കോടനാട് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഏകദേശം കൊത്തഗിരിയിൽ നിന്ന് തന്നെ 20 കിലോമീറ്റർ അത്ര ഉണ്ട്. ഓടി ഓടി മടുത്തുണ്ട് അവനെ. എത്ര ദൂരം, പിന്നെ ഇരുന്നും മടുത്ത്. നല്ല ദൂരം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. സ്ഥലത്തിൻ്റെ വ്യൂ കണ്ടില്ലേ ഗൈസ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ ഊട്ടിയിലെ അവസാനത്തെ സൂര്യാസ്തമയവും കണ്ട് ലിജോയ്ക്ക് അപ്പോൾ ഇവിടെ ഒരു പെറ്റിന് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പേരെന്താ? ഡുട്ടുവാ. മയങ്ങിയിരിക്കുന്നുണ്ട് തൊടുമ്പോ. ഡുറ്റു തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ച ഉണ്ടോ ഗൈസ്, വേറെ ലെവല്. ഒരു കട്ടനും സിംഗിൾ ബ്രെഡ് ഓംലെറ്റും കഴിക്കാൻ വന്നേ നിർത്തിയതാ. കോട ഇറങ്ങലൊക്കെ ഭയങ്കര ഇറങ്ങത്, പെട്ടെന്ന് ഫില്ലായിട്ട് ഇവിടെ. എന്ത് വേറെ ഫീൽ തന്നെ, ഒന്നും പറയാനില്ല. പൊളിച്ച് ഇതൊക്കെ ആസ്വദിക്കാനാണല്ലേ. കോട ഇറങ്ങുന്ന കാഴ്ചയും കണ്ട് ഞങ്ങൾ ചുരം ഇറങ്ങിയപ്പോഴാണ് അതിലും മനോഹരമായ അടുത്ത കാഴ്ച കണ്ടത്. മഴയും വെയിലും ഒരുമിച്ച് വന്നപ്പോൾ ആകാശത്ത് നല്ല ഭംഗിയിൽ അതാ കിടക്കും പെയിൻപോ.